നമസ്തേ. ഗാന്ധാര ദേശത്തിന്റെ രാജവീതിയിലൂടെ തലയും കുനിച്ച് നടന്നു വരികയാണ് ശകുനി. രാജവീതിക്ക് ഇരുവശവും നിന്ന് ജനങ്ങൾ നിലവിളിക്കുന്നു. നടന്നു വരുന്ന ശകുനിയുടെ തൊട്ടു പിന്നിൽ ഒരു രഥം. ചലനം നശിച്ച ഗാന്ധാർ നരേഷ് സുപാലിന്റെ ശരീരമായ രഥത്തിൽ. കൊട്ടാരത്തിനരികിലേക്ക് ആ രഥവും ശകുനിയും വരുന്നതിനോടൊപ്പം നിറകണ്ണുകളുമായി ആയിരക്കണക്കിന് ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. കൊട്ടാരത്തിനരികിലെത്തിയതും ശകുനി കൊട്ടാരത്തിനുള്ളിലേക്ക് നടന്നുപോയി. കൊട്ടാരത്തിനുള്ളിലെത്തിയ ശകുനി രാജഗുരുവിന്റെ അരികിലെത്തി കാലുകളിൽ തൊട്ട് നമസ്കരിച്ചു. രാജഗുരുവിനോട് ഗാന്ധാരദേശത്തു നിന്നും ഹസ്തിനപുരിയിലേക്ക് പോകുന്ന വഴിയിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നു. കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടത്, അവിടെ നടന്ന പീഡനം, പിടഞ്ഞു വീണ തൻ്റെ സഹോദരങ്ങളെ നദിയിലേക്ക് വലിച്ചെറിഞ്ഞത്, തൻ്റെ പിതാവിൻ്റെ മരണത്തിനു മുമ്പ് പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം, ഈ കാര്യങ്ങളെല്ലാം രാജഗുരുവിനെ അറിയിക്കുന്നു. രാജഗുരു ശകുനിയുടെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നു. കൊട്ടാരത്തിൻ്റെ ഒരു വശത്ത് രാജാസുപാലിനുള്ള ചിത ഒരുങ്ങുന്നു. ശകുനി നിറകണ്ണുകളുമായി ചിതയ്ക്ക് 3 വലം വെച്ചു. അതിനുശേഷം കയ്യിലിരുന്ന പന്തത്തിൽ നിന്ന് ചിതയിലേക്ക് തീ പകർന്നു. തീയാളിപ്പടരുന്ന ഗാന്ധാർ നരേഷ് സുപാലിന്റെ ചിതയിലേക്ക് നോക്കി നിൽക്കുകയാണ് ശകുനി. അതിനുശേഷം കൊട്ടാരത്തിലെത്തിയ ശകുനിയെ രാജഗുരു ചികിത്സാഗ്രഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. 9 ദിവസത്തെ ചികിത്സ, 9 ദിവസത്തെ സുഖചികിത്സയ്ക്ക് ശേഷം ചികിത്സാഗ്രഹത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ശകുനിയെയും കൂട്ടി രാജഗുരു ഒരു രഥത്തിൽ വനത്തിനുള്ളിലേക്ക് പോയി. വനത്തിനുള്ളിൽ ഒരു വലിയ മലയുടെ അടിവാരത്തിൽ രഥം വന്നു നിന്നു. രഥത്തിൽ നിന്ന് രാജഗുരു ഇറങ്ങി ശകുനിയോട് പറഞ്ഞു, ആ കാണുന്ന മലയുടെ മുകളിൽ ഒരു ശിവക്ഷേത്രമുണ്ട്. അവിടെ ഒരു വലിയ ശിവലിംഗമുണ്ട്. ആ ശിവലിംഗത്തിന് മുമ്പിൽ 41 ദിവസം തപസ് ചെയ്യണം. അവിടെ ഒരു സന്യാസി തപസ്സിരിക്കുന്നുണ്ട്. അദ്ദേഹം താങ്കൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്യും. 41 ദിവസത്തെ തപസ്സിലൂടെ ഭാവി കാര്യങ്ങളെക്കുറിച്ചൊരു രൂപരേഖ മനസ്സിൽ തയ്യാറാകും. ഹസ്തിനപുരിയെ തകർക്കാനുള്ള എല്ലാം 41 ദിവസം കൊണ്ട് അങ്ങേക്ക് ലഭിക്കും. അതിനുവേണ്ട നിർദ്ദേശങ്ങളൊക്കെ ആ സന്യാസി അങ്ങേക്ക് നൽകും. പോയി വന്നാലും ഞാനും ഈ സൈനികരും ഈ മലയടിവാരത്തിൽ അങ്ങയുടെ തിരിച്ചു വരവിനായി കാത്തു നിൽക്കും. രാജഗുരുവിന്റെ കാലിൽ തൊട്ട് നമസ്കരിച്ച ശേഷം ശകുനി ആ മലമുകളിലേക്ക് കാലുകൾ വലിച്ചു വെച്ച് നടന്നുപോയി. 41 ദിവസത്തെ തപസ് എല്ലാം മാറിമറിഞ്ഞു. വളരെ വളരെ സന്തോഷവാനായി ഉല്ലാസവാനായി മലയിറങ്ങി വരുന്ന ശകുനി ഇനിയുള്ള തൻ്റെ ജീവിതത്തില്, തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ എങ്ങനെയായിരിക്കണം തൻ്റെ ചുവടുവയ്പ്, എങ്ങനെയായിരിക്കണം തൻ്റെ നീക്കം, എങ്ങനെയായിരിക്കണം കരുക്കൾ നീക്കേണ്ടത്, എങ്ങനെയാണ് തൻ്റെ ലക്ഷ്യത്തിലെത്തേണ്ടത്, എല്ലാത്തിനും പൂർണ്ണ രൂപം മനസ്സിൽ ഉറപ്പിച്ചുള്ള തിരിച്ചുവരവാണ്. 41 ദിവസത്തെ തപസ്സുകൊണ്ട് ശകുനിയുടെ രൂപവും ഭാവവും മാറി. എന്തിലും ആസ്വാദനം കണ്ടെത്തുന്ന സന്തോഷകരമായ ഒരു പ്രകൃതത്തിലേക്ക് ശകുനി വഴിമാറി. മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ശകുനിയെയും കൂട്ടി രാജഗുരു കൊട്ടാരത്തിലേക്ക് പോയി. കൊട്ടാരത്തിലെത്തിയ രാജഗുരു ശകുനിയെ ഗാന്ധാര ദേശത്തിന്റെ രാജാവായി അഭിഷേകം ചെയ്തു. ശകുനി തൻ്റെ പൂജാമുറിയിലേക്ക് നടന്നു. പൂജാമുറിയുടെ വാതിലുകൾ അടച്ചു. മുറിക്കുള്ളിൽ കിടന്ന ശകുനി അവിടെ ഒരു ചുവന്ന പട്ടിൽ പൊതിഞ്ഞു വെച്ചിരുന്ന കലം എടുത്ത് ശിവലിംഗത്തിന് മുന്നിൽ വെച്ച് കലം തുറന്നു. അതിൽ നിന്ന് രാജാ സുപാലിന്റെ അസ്ഥികഷ്ണങ്ങൾ പുറത്തെടുത്തു. തൻ്റെ പിതാവിന്റെ അസ്ഥിയിൽ ശകുനി പകിട കൊത്തി ഉണ്ടാക്കുകയാണ്. ശകുനി തൻ്റെ പിതാവിന്റെ അസ്ഥിയിൽ പകിട നിർമ്മിക്കുകയാണ്. തൻ്റെ പിതാവ് പറഞ്ഞ വാക്കുകൾ ശകുനിയുടെ മനസ്സിൽ മുഴങ്ങി. ശകുനി, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ അസ്ഥി കൊണ്ട് നീ പകിട ഉണ്ടാക്കണം. ആ പകിട നിനക്ക് വഴികാട്ടിയാകും.
കുരുവംശത്തിന്റെ നാശത്തിലേക്കുള്ള എല്ലാ വഴിയും ആ പകിടം നിനക്ക് കാണിച്ചു തരും. മഹാരാജാവ് സുബാലിന്റെ ഛായാചിത്രത്തിനു മുമ്പിൽ പട്ടിൽ പൊതിഞ്ഞ പകിടയുമായി നിൽക്കുകയാണ് ശകുനി. ശകുനിയുടെ മനസ്സിൽ ഒരു രൂപരേഖ തെളിഞ്ഞിട്ടുണ്ട്. ശകുനി പട്ടിൽ നിന്ന് പകിടയെ പുറത്തെടുത്ത് കയ്യിലിട്ട് തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ശക്തമായ രാജ്യമാണ് ഹസ്തിനപുരം. കുരുവംശത്തെ തകർക്കുക നിസ്സാരമല്ല. കുരുവംശത്തെ തകർക്കാനുള്ള എല്ലാ രൂപരേഖയും ശകുനിയുടെ മനസ്സിൽ തെളിഞ്ഞു. ഹസ്തിനപുരിയുടെ അസ്ഥിവാരം തോണ്ടാൻ ശകുനി തന്റെ പകിടയിൽ പിടിമുറുക്കി. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ യാത്രയാണ്. മഹായുദ്ധത്തിന്റെ കാരണങ്ങൾ കണ്ട ശേഷം മഹാഭാരത യുദ്ധവുമായിട്ടും മഹാഭാരതവുമായും ബന്ധപ്പെട്ട ദക്ഷിണ ഭാരതത്തിന്റെ സ്ഥലങ്ങള്, ക്ഷേത്രങ്ങൾ നമ്മൾ കാണും. അതിനുശേഷം കുരുക്ഷേത്ര ഭൂമിയിലും ഹസ്തിനപുരിയിലും എത്തിയ ശേഷം ഗംഗാതീരത്ത് അവസാനിക്കുന്ന വലിയൊരു യാത്ര. ഈ യാത്രയിൽ എന്നോടൊപ്പം നിങ്ങൾ ഉണ്ടാവണം. നിങ്ങളുടെ സ്നേഹവും അനുഗ്രഹവും ഉണ്ടാവണം. ദയവായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ അതേപോലെ നിങ്ങളുടെ സ്നേഹിതർക്ക് ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തണം. മഹാദേവന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സവിനയം നന്ദി.